ബിഡിയുടെ GSTയുമായി ബന്ധപ്പെട്ട് BST കുറച്ചതുമായി ബന്ധപ്പെട്ട് ബീഹാറിനെ ചേർത്തിയുള്ള KPCCയുടെ പോസ്റ്റിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലും അതോടൊപ്പം ബീഹാറിലെ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള മഹാഗഠബന്ധനിലും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെതിരെ വലിയ വിമർശനമുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ ബിഡിയുമായി ബീഹാറിനെ ചേർത്തുകൊണ്ടുള്ള KPCCയുടെ പോസ്റ്റ് അത് അപലപനീയമാണ്. ഇത്തരം പോസ്റ്റുകളും പരാമർശങ്ങളും ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകം മാപ്പ് പറയണമെന്ന ആവശ്യവുമായി RJD നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് RJD പിന്തുണക്കുന്നതല്ല. ഇത്തരം പരാമർശങ്ങൾ ബീഹാറിനെയും അതോടൊപ്പം ബീഹാർ ജനതയെയും അപമാനിക്കുന്നത് തുല്യമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ RJDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റു ചില സഖ്യകക്ഷികളിൽപ്പെട്ട പാർട്ടികൾ കൂടി ഇപ്പോൾ കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓളമുണ്ട്. അതിനെ തകർക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ KPCCയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ അടക്കം ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തായാലും കോൺഗ്രസ് മാപ്പ് പറയണമെന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ RJDയും അതോടൊപ്പം മറ്റു പാർട്ടികളും മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ പോസ്റ്റിനെ അപമാനിക്കുന്നത്, അതായത് സംസ്ഥാനത്തെ അപമാനിക്കുന്നത്, സംസ്ഥാനത്തെ ജനതയെ അടക്കം അപമാനിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസിൻ്റെ ഈ പോസ്റ്റ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP ആയിട്ടുള്ള സയ്യിദ് നസീർ ഹുസൈൻ അടക്കം വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിരോധത്തിലേക്ക് KPCC മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കൾ, പ്രത്യേകിച്ചും ഈ കോൺഗ്രസിലെ വിവിധ നേതാക്കൾ ഇതിനോടകം തന്നെ KPCCയോട് വിശദീകരണം തേടണമെന്ന് AICCയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ KPCCയുടെ പോസ്റ്റിന് പിന്നാലെ ഉണ്ടായിട്ടുള്ളത്. BDയും ബീഹാറും Bയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇനി BD എന്ന് പറയുന്നത് പാപമാകില്ല എന്നതായിരുന്നു KPCC നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്ന പോസ്റ്റ്. ഈ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കവും അതോടൊപ്പം ഈ സഖ്യത്തിലടക്കം വിള്ളലുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. റഷീദ്, അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തെ നോക്കുമ്പോൾ കേരളത്തിലും കോൺഗ്രസിൽ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ദേശീയ തലത്തിലേക്ക് പോകുമ്പോഴും കോൺഗ്രസിൻ്റെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സഖ്യകക്ഷികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങളല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്? നിരവധി വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് MPമാരുടെയും നേതാക്കളുടെയൊക്കെ തന്നെ നിലപാടുകൾ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ മൊത്തത്തിലുള്ള നിലപാടിന് എതിരായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തെ ഒന്നടങ്കം നയിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസിന് ആകുന്നില്ല. കോൺഗ്രസ് വലിയ ആധിപത്യം ഇന്ത്യ സഖ്യത്തിൽ എടുക്കുന്നു എന്നതടക്കമുള്ള നിരവധി വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCCയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വോട്ടർ അധികാർ യാത്ര അത് വളരെ വിജയകരമായി തന്നെ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം ബീഹാറിലെ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള മഹാഗഠബന്ധൻ്റെയും നേതൃത്വത്തിൽ തീർക്കാനായിട്ടുണ്ട്. BJPയെ വലിയ പ്രതിരോധത്തിലാക്കാൻ ഈ വോട്ടർ അധികാർ യാത്രക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ KPCCയുടെ ഭാഗത്തും ഇത്തരത്തിൽ ഈ GSTയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് വന്നത്. അത് കോൺഗ്രസിനകത്തും അതോടൊപ്പം ഈ ഇന്ത്യ മഹാഗഠബന്ധനിലും വലിയ വിമർശനങ്ങൾക്ക് കാര്യം വഴിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ RJDയുടെ നേതാവ് പറയുന്നത് ഇത്തരത്തിലൊരു പരാമർശം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കേരളത്തിലെ നേതാക്കൾ മാപ്പ് പറയാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും ഇത് RJD പിന്തുണക്കുന്ന കാര്യമല്ല. ഈ BD എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തന്നെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് തുല്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ RJD നേതാവ് തേജസ്വി യാദവും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ്, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം ഇതുവരെയും ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ ഈ പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു നടപടി കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിലടക്കം വലിയ വിമർശനങ്ങൾക്കാണ് ഇത് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ശരി, ബീഹാർ സഖ്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെതിരെയുള്ള രൂക്ഷ വിമർശനം ഇപ്പോൾ ബീഹാർ സഖ്യം അറിയിച്ചിട്ടുള്ളത്. ഒരു പോസ്റ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ RJD അടക്കം പിന്തുണയ്ക്കുന്ന രീതിയിൽ മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസ് മാപ്പ് പറയണമെന്ന ഉൾപ്പെടെയുള്ളതാണ് അവരുടെ ആവശ്യം. വിവരങ്ങളാണ് റഷീദ് നൽകിയത്.